ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇന്ന് കുക്ക് ചെയ്തതെന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം കുക്കിംഗ് ആണ്, എന്നെ കാണാൻ പറ്റത്തില്ല ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചോറിന് കുക്കറി വെച്ചിരിക്കുന്നത്, പിന്നെ തോരനായിട്ട് വെച്ചത് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരനകത്ത് ഇഞ്ചി അരിഞ്ഞിടാറുണ്ടോ? ഞങ്ങളൊക്കെ ഇഞ്ചി അരിഞ്ഞിടാറുണ്ട് തോരനല്ല, ഈ ക്യാബേജ് തോരനകത്ത് അരിഞ്ഞിടാറുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജിനെ അരിഞ്ഞിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് കടുക് വറുത്ത് അടച്ച് തട്ടി പൊത്തി അങ്ങ് വെച്ച് കേട്ടോ. ഇനി വേണം തേങ്ങ തിരുമാൻ വേണ്ടിയിട്ട്. അത് അവിടെ ഇരുന്ന് ആവിക്ക് വേകുന്ന സമയത്ത് ഞാൻ തേങ്ങ തിരുമിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി രണ്ട് മൂന്നല്ല സൈഡിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ നടുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ടെടുത്ത് അടച്ച് മൂടി അങ്ങ് വെച്ച് ഈ സമയത്തേക്ക് നമ്മുടെ ചോറിൻ്റെ വിസിലടിക്കുന്നുണ്ടായിരുന്നു. ഒരു 4 വിസിലടിക്കണം കേട്ടോ, ഈ അരി വേകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ അടുത്ത കറിക്കുള്ള സെറ്റപ്പ് നോക്കുവാണ് കേട്ടോ. അപ്പം ഇന്ന് കേശപ്പന് ചോറ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടൊരു കറി വെക്കുന്നുണ്ട്, തേങ്ങ അരച്ച് വെക്കുന്നൊരു കറിയാണേ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോരനായിട്ട് ആ സമയത്ത് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തില്ല, അവിടെ തന്നെ. അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞല്ലോ, അങ്ങനെ അത് അടുപ്പിലോട്ട് തന്നെ വെച്ച് കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചങ്ങ് വെക്കും, അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അതിനുള്ള അരപ്പും കൂടി അങ്ങ് അരച്ച് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ഒരുമിച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തേങ്ങയ്ക്കകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, 2-3 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ടയായതുകൊണ്ട് ഈ തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഇത് ഇത്രയും മാത്രം നല്ലപോലെ ഇങ്ങ് അരച്ചങ്ങ് എടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു കാപ്പിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി നിന്ന് ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പി ഇടുന്നത്. അപ്പോൾ തേങ്ങ ഇനി ഞാൻ രാവിലത്തെ കാപ്പിക്ക് അപ്പമാണ്, അപ്പോൾ അതിനുള്ള തേങ്ങയും കൂടി തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ചാണ് അപ്പത്തിൻ്റെ മാവ്. ഓൾറെഡി രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നേ, അന്നേരം എനിക്ക് സന്തോഷമായിരുന്നു, കാര്യം നല്ല പൊളിച്ച് പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് തേങ്ങയൊന്നും അരച്ചിട്ടില്ല, വെറുതെ ചോറും പച്ചരിയും ഈസ്റ്റും പഞ്ചസാരയും കൂടി മാത്രം ചേർത്ത് അരച്ചിരിക്കുന്ന കേട്ടോ. നല്ല അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ അങ്ങനെ തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേ അതിനുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചമ്മന്തി ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആരും വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കുമെങ്കിലും ഞാൻ കണ്ടിട്ടില്ല, ഈ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഈ ചമ്മന്തി എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് കടുക് വറുത്ത് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് മുളക് പൊടി അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഇട്ടിങ്ങനെ ഇച്ചിരി ഒന്ന് ചെറിയൊരു ഫ്രൈ പോലെ, ഒത്തിരി ഒന്നും വേണ്ട. തേങ്ങ മുളക് ഒരുപാട് വറക്കൊന്നും വേണ്ട, ചെറിയ ആ മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അത് മാറുന്ന വരെ നല്ലപോലെ ഇങ്ങനെ വറുത്തെടുക്കും കേട്ടോ. ഈ ഒരു ചമ്മന്തി കൂട്ടി നമുക്ക് ഈ അപ്പം തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ആ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി വെച്ചു. അതിന് അപ്പോഴത്തേന് നമ്മുടെ കാപ്പിയൊക്കെ തിളച്ചു, കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടത് ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് സൂപ്പർ ടേസ്റ്റ്. വേറെ എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അപ്പത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ അപ്പത്തിൻ്റെ മാവ് ഇപ്പോഴാണൊന്ന് ഇളക്കിയെടുക്കുന്നത്. അന്നേരം ചമ്മന്തിയൊക്കെ ആയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അപ്പവും കൂടി ഉണ്ടാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറിനെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരുന്നേ, അതിൻ്റെ ഫുള്ള് ഇതൊക്കെ പോയതിന് ശേഷം അരിയും കൂടെ അരിയല്ല ചോറിനെ കലത്തി മാറ്റി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പവും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് ചോറിന് ഈ കറിയും തോരനും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അപ്പം താണ്ട് എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഈ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും മാവേ ഒരു 2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയും എടുത്തിട്ട് ചെറിയൊരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ചോറും പിന്നെ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടി അരച്ചാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അത് അപ്പം കറക്റ്റായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അതുണ്ട് നമ്മുടെ കറിക്കുള്ളതൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്ത് ആ സവാളയും പച്ചമുളകും ഒക്കെ. ആ സമയത്ത് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ജീരകവും വെളുത്തുള്ളിയും കൂടി, അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുവും കൂടി വറുത്ത് ചേർക്കണം. അങ്ങനെ അത്രയും കൂടി ചേർത്താൽ നമുക്ക് ഈ കറിയും റെഡിയാകും കേട്ടോ. ഈ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കൂട്ടുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു മണമൊക്കെ മാറി വരും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഴങ്കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അതേ അപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ കാപ്പിയും കൂടെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കുക്കിംഗ് ഇത്രയൊക്കെ ആയിരുന്നു.